ഡൽഹിയിൽ കാത്തിരിപ്പിനൊടുവിൽ ഭരണം പിടിച്ചെങ്കിലും മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ ഇതുവരെ ബി.ജെ.പിയിൽ തീരുമാനമായിട്ടില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ സന്ദർശനം കാരണമാണ് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുവാനുള്ള പാർട്ടി തീരുമാനം വൈകുന്നതിന് കാരണം എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. എന്നാൽ വിദേശ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി മടങ്ങിയെത്തിയിട്ടും മുഖ്യമന്ത്രി ആരാവുമെന്ന കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ്. ഫലം പുറത്തുവന്ന് 10 ദിവസമായിട്ടും മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ തീരുമാനമാകാത്തത് ബി.ജെ.പിക്ക് വലിയ തലവേദനയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയെ ചൊല്ലി ഭിന്നത ഉടലെടുത്തതോടെ ഡൽഹി കേന്ദ്രീകരിച്ച് മാരത്തോൺ ചർച്ചകൾ നടന്നിരുന്നു. ന്യൂഡൽഹി മണ്ഡലത്തിൽ എ.പി നേതാവ് അരവിന്ദ് കെജ്രിവാളിനെ പരാജയപ്പെടുത്തിയ പർവേഷ് ശർമ്മ, ബി.ജെ.പി സംസ്ഥാന ജനറൽ സെക്രട്ടറി ആശിഷ് സൂദ്, വനിതാമുഖമായ രേഖ ഗുപ്ത, പ്രതിപക്ഷ നേതാവ് സതീഷ് ഉപാധ്യായ്, മുൻ സംസ്ഥാന പ്രസിഡന്റും RSS പ്രതിനിധിയുമായ ജിതേന്ദ്ര മഹാജൻ എന്നിവരാണ് പട്ടികയിലുള്ള പേരുകൾ. ബി.ജെ.പി നിയമസഭാ കക്ഷിയോഗം ഇന്ന് ചേരുമെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നുവെങ്കിലും യോഗം ബുധനാഴ്ചത്തേക്ക് മാറ്റിയതായി പിന്നീട് അറിയിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ബുധനാഴ്ച മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചാൽ തൊട്ടടുത്ത ദിവസമായ വ്യാഴാഴ്ച സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുമെന്നാണ് കരുതുന്നത്. നീണ്ട 27 വർഷത്തിനു ശേഷമാണ് ഡൽഹിയിൽ ബി.ജെ.പി അധികാരത്തിലെത്തുന്നത്. അതിനാൽ തന്നെ ചടങ്ങിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ബി.ജെ.പി മുഖ്യമന്ത്രിമാർ, NDA നേതാക്കൾ, കേന്ദ്രമന്ത്രിമാർ, വ്യവസായ പ്രമുഖർ, സിനിമ, ക്രിക്കറ്റ് താരങ്ങൾ, ആത്മീയ നേതാക്കൾ തുടങ്ങിയവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് വലിയ പരിപാടിയാണ് ബി.ജെ.പി ഒരുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഡൽഹിയിൽ ആകെയുള്ള 70 സീറ്റുകളിൽ 48 സീറ്റുകളിലാണ് ബി.ജെ.പി വിജയിച്ചത്. ആം ആദ്മി പാർട്ടി 22 സീറ്റുകളിൽ ഒതുങ്ങി. സഖ്യമില്ലാതെ ഒറ്റയ്ക്ക് മത്സരിച്ച കോൺഗ്രസ് ചിത്രത്തിൽ തന്നെയില്ല. തുടർച്ചയായ 3-ാം തവണയാണ് സീറ്റൊന്നുമില്ലാതെ കോൺഗ്രസ് നിലം പരിശാവുന്നത്. ഡൽഹി മുൻ മുഖ്യമന്ത്രിയും ആം ആദ്മിയുടെ പടനായകനുമായ അരവിന്ദ് കെജ്രിവാളിനെ മുട്ടുകുത്തിച്ചാണ് ബി.ജെ.പി ന്യൂദില്ലിയിൽ പോരാട്ടം നടത്തിയത്. ദക്ഷിണ ഡൽഹിയിലെ കുതിപ്പാണ് ബി.ജെ.പി വിജയത്തിൽ നിർണായകമായത്. ഡൽഹിയിൽ കലാപമുണ്ടായ മേഖലകളിൽ പോലും ബി.ജെ.പി മേൽക്കൈ നേടി. Waytonikah.com, the exclusive Muslim matrimonial site.